ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ റമളാനിൻ്റെ 3 ദിനരാത്രങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ രാത്രികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നരകമോചനം നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനം സ്വീകരിക്കുകയും വ്യക്തിജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന മര്യാദകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലാഹു ഈ ഒരു സംരംഭത്തിന് അനുഗ്രഹം ചെയ്യുകയും റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രോഗി എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മളല്ലാത്ത ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായി നാം പഠിക്കുന്നത്. ഒന്നാമതായി, രോഗീ സന്ദർശനം എന്ന പുണ്യകർമ്മത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദശക്കണക്കിന് ഹദീസുകൾ രോഗീ സന്ദർശനത്തിൻ്റെ പുണ്യം പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തൻ്റെ സഹോദരൻ, കുടുംബക്കാരൻ, സുഹൃത്ത് തുടങ്ങിയവരൊക്കെ രോഗിയാണ് എന്നറിയുമ്പോൾ അവരെ സന്ദർശിക്കുക എന്ന വലിയ പുണ്യം നാം ഒരിക്കലും മറ്റ് തിരക്കുകൾക്കിടയിൽ ഒഴിച്ചുകൂടാ, അത് മാറ്റിവെച്ചുകൂടാ. നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. ഇതൊരു പുണ്യകർമ്മമാണ് എന്ന തിരിച്ചറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിങ്ങൾ പരസ്പരം കാണിക്കേണ്ടുന്ന ബാധ്യതകളുടെ കൂട്ടത്തിൽ, മര്യാദകളുടെ കൂട്ടത്തിൽ ഒരു കാര്യമായി എണ്ണിയത് രോഗീ സന്ദർശനത്തെയാണ്. 6 കാര്യങ്ങൾ വിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ട ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ എണ്ണിയത് കൂട്ടത്തിൽ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ ഔ സിത്തുൻ, 5 എന്നും 6 എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞത് അയാദത്തുൽ മരീള്, രോഗിയെ സന്ദർശിക്കുക എന്നതാണ്. അപ്പോൾ രോഗീ സന്ദർശനം എന്നത് പുണ്യമാണ്. ആ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ചില മര്യാദകൾ നമ്മളവിടെ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പാലിച്ചിട്ടില്ല എങ്കിൽ രോഗീ സന്ദർശനം എന്ന പുണ്യം നേടാൻ വേണ്ടി ഇറങ്ങുന്ന നമുക്ക് പലപ്പോഴും അതിൻ്റെ ദോഷങ്ങളും അതിൻ്റെ കുറ്റങ്ങളുമായിരിക്കും വന്നു ചേരുക എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ നിയ്യത്ത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാകട്ടെ, പോകണമെന്ന് വിചാരിക്കുമ്പോഴാകട്ടെ, നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. പോയില്ലെങ്കിൽ അവനെന്താ കരുതുക, അല്ലെങ്കിൽ അവരെന്താ കരുതുക, അവളെന്താ കരുതുക, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല, ഈ ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. മറിച്ച് അള്ളാഹു പുണ്യമാക്കിയ, റസൂലുള്ള അറിയിച്ചു തന്ന ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക. ഒരു ദിവസം ഒരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായ കാര്യങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഐച്ഛിക കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായ ഒന്നായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതാണ് രോഗിയെ സന്ദർശിക്കുക. അതുകൊണ്ട് ആ ഒരു നിയ്യത്തോടു കൂടി നമ്മുടെ ഓഫീസിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന്, നമ്മുടെ റൂമിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ കഴിയണം. നമ്മുടെ നിയ്യത്താണ് ആദ്യം നന്നാക്കേണ്ടുന്നത്. രണ്ടാമത്, ഓരോരുത്തർക്കും യോജിച്ച സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളത് പല പണ്ഡിതന്മാരും ഒരു പുണ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ രോഗീ സന്ദർശനത്തിൻ്റെ സമയം എപ്പോഴായിരിക്കണം, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കണം, ഒരിക്കൽ സന്ദർശനം നടത്തിയിട്ട് പിന്നീട് രണ്ടാമത് എപ്പോഴാണ് സന്ദർശിക്കേണ്ടത്, അതിൻ്റെ ടൈമിങ് എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്നു എന്നുകൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറ്റിയ സമയം, അയാൾ ഉറങ്ങുന്ന സമയം, അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയം, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഇതൊന്നുമല്ല നമ്മൾ ആർക്കും ഒരു പരിക്കില്ലാതെ, ഒരു പ്രയാസപ്പെടുത്തലില്ലാതെ നമ്മുടെ സന്ദർശനം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, രോഗീ സന്ദർശനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ് ഒരാൾ ചെയ്യേണ്ടുന്നത്. ആശ്വാസവാക്കുകൾ പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്.
അല്ലേ? അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് രോഗി അവരുടെ വേദനകളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് പ്രവാചകൻ തലയിൽ കൈവച്ച് അല്ലെങ്കിൽ പുറത്ത് തലോടിക്കൊണ്ട് ചോദിക്കും, അല്ലെങ്കിൽ പറയും പ്രവാചകൻ, ലാ ബസ് തഹൂർ ഇൻഷാ അല്ലാ, എല്ലാം ശരിയാകും, ഒരു പ്രശ്നമല്ല, ഒക്കെ ശരിയാകും, ഒക്കെ അല്ല വിചാരിച്ചാൽ നടക്കും. ഇതൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ ആശ്വാസവാക്ക് പറഞ്ഞിട്ട് പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി, അല്ലാഹുവേ, രോഗം നൽകുന്നവൻ, ശമനം നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് ഒരു രോഗവും രോഗത്തിൻ്റെ അടയാളങ്ങളും ശേഷിപ്പുകളും ബാക്കിയില്ലാത്ത രൂപത്തിൽ രോഗം മാറ്റിക്കൊടുക്കാൻ കഴിയുന്നവൻ നീയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥനയും ആശ്വാസവാക്കും ഉള്ളതുപോലെ തന്നെ അവിടെ നിന്നിട്ട് കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കരുത്, കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഈ ദീർഘിപ്പിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. ചില രോഗികൾ തൻ്റെ കൂടെ ഇരുന്ന് ആരെങ്കിലും സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാകും. അത്തരം സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ കുറച്ച് കൂടുതൽ സമയം ഇരിക്കാം. എന്നല്ലാതെ സ്വമേധയ സാധാരണ നിലക്കുള്ള രൂപത്തിൽ ഒരാളെ അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ കൂടുതൽ സമയം ദീർഘിപ്പിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വിശ്വാസി എന്ന നിലയിൽ ആ രോഗിയോട് ഒരുപാട് ബാധ്യതകളും കടപ്പാടുകളും ഉണ്ടല്ലോ. വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ ഉപദേശിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യണമല്ലോ. പ്രത്യേകിച്ചൊരു രോഗി, ആ രോഗിയോട് നമ്മൾ തൗബ ചെയ്യാൻ വസിയത്ത് ചെയ്യണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പാപമോചനം, രോഗമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഒരുപാട് പാപങ്ങൾ പുറത്തു തരുന്നൊരു കാര്യമാണ്. നിങ്ങളെന്ത് ചെയ്യണം, ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ. രോഗിയുടെ പ്രാർത്ഥന, യാത്രക്കാരൻ്റെ പ്രാർത്ഥന, ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണം. അതേപോലെ തന്നെ വസിയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതാണല്ലോ. വസിയത്ത്, നിങ്ങളെന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു വെക്കണം. സാമ്പത്തിക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വെക്കണം. ഈ കാര്യങ്ങളൊക്കെ, അതേപോലെ ബാധ്യതകൾ വല്ലതും വീട്ടാനുണ്ട് എങ്കിൽ, കടങ്ങൾ വല്ലതും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ വീട്ടണം. അതല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, എന്നാൽ ഒരു പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇബാദത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ രോഗിയായിട്ടിരിക്കുകയാണ്, കൈ മുറിഞ്ഞ് അല്ലെങ്കിൽ കാല് മുറിഞ്ഞ്, അതേപോലെ തന്നെ എഴുന്നേൽക്കാൻ കഴിയാതൊക്കെ നിൽക്കുന്ന ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ ഇപ്പോൾ നിസ്കരിക്കുന്നത്. നിസ്കാരമൊക്കെ ശരിക്കും നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഇരുന്നിട്ടാണോ നിസ്കരിക്കുക, അതല്ല കിടന്നിട്ടാണോ നിസ്കരിക്കുക, അതല്ല കസേരയിൽ ഇരുന്നിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചോദിച്ചറിയണം. ചിലപ്പോൾ നിസ്കാരം തന്നെ ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. എനിക്കിപ്പോൾ നിസ്കരിക്കാനൊന്നും കഴിയണില്ല, എന്താ ചെയ്യുക? അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല, ഇരുന്ന് നിസ്കരിക്കാം, കിടന്ന് നിസ്കരിക്കാം, ഒളുവെടുക്കുന്ന രൂപങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒളുവെടുക്കാൻ കഴിയില്ല എങ്കിൽ കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലാത്ത വേറെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, തയമ്മുമിനെ പറ്റിയുമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് ചോദിച്ചറിഞ്ഞാലേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ തിന്മകൾ, അവരുടെ ജീവിതത്തിൽ ബീഡി വലിക്കുന്നത്, അതേപോലെ തന്നെ മറ്റു വല്ല കാര്യങ്ങളുമൊക്കെ അത് ചെയ്യരുത്. പല വീടുകളിലും പോയിട്ടുണ്ട് എങ്കിൽ രോഗികൾ അവരുടെ സമയം തള്ളി നീക്കുന്നത് TV കണ്ടുകൊണ്ട്, അതേപോലെ തന്നെ ഫിലിമുകൾ കണ്ടുകൊണ്ട്, വാട്സപ്പിലും യൂട്യൂബിലുമൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. അതിൽ നിന്ന് അവരെ തിരിച്ച് നമ്മുടെ പീസ് റേഡിയോയിലേക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പറ്റിയുള്ള, ദീൻ പഠിക്കുന്നതിനെ പറ്റിയുള്ള ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇത്ര നല്ല ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്ന് പറഞ്ഞ് നല്ലത് വായിക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് നല്ല ഒരു ഉത്ബോധനം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രോഗത്തിന് എന്താണ് ചികിത്സ എന്നൊക്കെ ഒന്ന് നമ്മൾ ചോദിച്ചു നോക്കുക. എല്ലാവരും ഒരു ദീനി രംഗത്ത് തൗഹീദും കാര്യങ്ങളും ഒന്നും ഉൾക്കൊണ്ടവരായിരിക്കൊള്ളണമെന്നില്ലല്ലോ ഈ രോഗികൾ. മുസ്ലിങ്ങളായവർ തന്നെ അവരുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ, ചികിത്സയുടെ വിവരങ്ങൾ ചിലപ്പോൾ തങ്ങന്മാരുടെ അടുക്കലും അതേപോലെ തന്നെ മറ്റു പലരുടെ അടുക്കലും പോയി
നൂലും വെള്ളവും അതേപോലെ തന്നെ ഉറുക്കും മന്ത്രവും ചരടും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടണം. ഇതൊക്കെ ഒരു രോഗിയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദകളിൽ, നമ്മുടെ ബാധ്യതകളിൽപ്പെട്ടതാണ്. ആ മര്യാദകൾ നമ്മൾ പാലിക്കുക തന്നെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരട് കണ്ട ആളുകളോട് ആ ചരട് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലും വേണ്ടേ? സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രോഗി സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ കാണുന്ന തിന്മകൾ അത് ഇല്ലായ്മ ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയും അവരുടെ ജീവിതത്തിലുള്ള വീഴ്ചകൾ അത് നികത്താൻ വേണ്ടിയും സൽക്കർമ്മങ്ങൾക്ക് പ്രേരണ കൊടുത്തുകൊണ്ടും ഇത് നമ്മൾ ചെയ്യേണ്ടുന്ന വലിയൊരു ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ സന്ദർശനം ആരെയൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും? എല്ലാവരെയും സന്ദർശിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി സഹോദരനെ, സഹോദരിയെ അങ്ങോട്ടും ഇങ്ങോട്ടും, കുടുംബക്കാർ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയമുള്ളവരും അല്ലാത്തവരുമായവർ സന്ദർശിക്കാം. എന്നാൽ ആണ് പെണ്ണിനെ സന്ദർശിക്കുമ്പോൾ, പെണ്ണ് ആണിനെ സന്ദർശിക്കുമ്പോൾ അവിടെയുള്ള ഇസ്ലാമിക മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഹിജാബ് ധരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. രോഗീ സന്ദർശനമാണ് എന്നതുകൊണ്ട് അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നതല്ല, മറിച്ച് നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വഹാബികളിൽ പലരും, പ്രഗത്ഭരായ സ്വഹാബ വനിതകൾ രോഗിയായി കിടന്നപ്പോൾ സന്ദർശിച്ചതായി ഹദീസുകളിൽ, അസറുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളായ സ്വഹാബ വനിതകൾ പുരുഷന്മാരായ സ്വഹാബിമാരെ സന്ദർശിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ അനുവദനീയം തന്നെയാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളെയും സന്ദർശിക്കാം. അവിടെ സന്ദർശിക്കുന്നത് കൊണ്ട് അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ, ഷിർക്കിനെ പറ്റിയും തൗഹീദിനെ പറ്റിയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒക്കെ നമുക്ക് അവസരം ഉപയോഗപ്പെടുത്താം. നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന ഒരു ജൂത കുട്ടി സുഖമില്ലാതെ കിടന്നപ്പോൾ അവിടെ പ്രവാചകൻ സന്ദർശിക്കുകയും ആ കുട്ടിയോട് ദീനിനെ പറ്റി, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അവനത് ബോധ്യപ്പെട്ടപ്പോൾ പിതാവിൻ്റെ നേർക്ക് നോക്കിയപ്പോൾ പിതാവ് ആ പ്രവാചകൻ പറഞ്ഞത് നീ അംഗീകരിച്ചോ എന്ന് പറയുകയും കുട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീൻ സ്വീകരിച്ചതായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ഉച്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ ആ കുട്ടി മരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സ്വല്ലു അലാ സ്വാഹിബിക്കും, ആ കുട്ടിക്കും വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കാന്ന. ആ കുട്ടിക്കും വേണ്ടി നിസ്കരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു. പ്രവാചകനും സ്വഹാബത്തും കൂടി അവർ നിസ്കരിച്ചു. ജൂത കുടുംബത്തിലാണ് എങ്കിലും നമസ്കാരം ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. രോഗീ സന്ദർശനം എന്ന് പറയുന്നത് പുണ്യമായ ഒരു കാര്യമാണ്. ആ പുണ്യം നേടാൻ നമ്മളുടെ ബാധ്യതകൾ മുഴുവൻ നിറവേറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ, എല്ലാ കാര്യങ്ങളും പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ.